മുത്തപ്പന്റെ ഐതിഹ്യം നിങ്ങൾക്കറിയാമോ? അയ്യങ്കര ഇല്ലത്തെ പാടിക്കുട്ടിയമ്മയ്ക്ക് സന്താനങ്ങളില്ലായിരുന്നു. ഒരു ദിവസം അമ്മ കുളിക്കാൻ പോയപ്പോൾ കുളിക്കടവിൽ വെച്ച് സുന്ദരനായ ഒരു കുട്ടി കളിക്കുന്നത് കണ്ടു. സന്താനമില്ലാത്ത എനിക്ക് ഭഗവാൻ നൽകിയതാണെന്ന് പറഞ്ഞ് കുട്ടിയെയും കുട്ടി അമ്മ ഇല്ലത്തേക്ക് പോയി. പയ്യാവൂർ അപ്പന്റെയും പാടിക്കുട്ടിയമ്മയുടെയും മകനായി ആ കുട്ടി വളർന്നു. എന്നാൽ വളർന്നു വന്നപ്പോൾ അവൻ ഇല്ലത്തിലെ രീതികളിൽ നിന്നും മാറി നായാടിയും മത്സ്യമാംസാദികൾ കഴിക്കാനും തുടങ്ങി. മാതാപിതാക്കൾ അവനെ ഗുണദോഷിച്ചു. ഇത് കേട്ടതോടെ അവൻ കോപം കൊണ്ട് കണ്ണു ചുവന്നു. അവൻ നോക്കുന്നതെല്ലാം ദഹിച്ചുപോയി. ഇതോടെ ഇല്ലം വിട്ടുപോകാൻ ആ അമ്മ ആവശ്യപ്പെട്ടു. അഗ്നി എരിയുന്ന കണ്ണുകൊണ്ട് നാശമുണ്ടാകരുതെന്ന് കരുതി തൃക്കണ്ണ് പൊയ്ക്കണ്ണാകട്ടെ എന്ന് അമ്മ പ്രാർത്ഥിച്ചു. ഇല്ലം വിട്ടിറങ്ങിയ മുത്തപ്പൻ മധുവൻ പനയുടെ മുകളിൽ കയറി കള്ളെടുത്ത് കുടിച്ചു. ഇത് കണ്ട കല്ലായിക്കൊടി ചന്ദൻ കോപിച്ച് അമ്പെയ്യാൻ തുനിഞ്ഞു. അപ്പോഴേക്കും മുത്തപ്പന്റെ കോപത്താൽ ചന്ദൻ ശിലയായി മാറി. ചന്ദനെ തേടി വന്ന ഭാര്യ ചക്കി പനിയുടെ മുകളിൽ ദൈവത്തെ കണ്ടു. ചക്കി ഉറക്കെ പൊന്നു മുത്തപ്പ എന്ന് വിളിക്കുകയുണ്ടായി. പുരളിമലയിൽ ചെന്ന് വാണിരുന്നതിനാൽ പുരളിമല മുത്തപ്പൻ, നന്മല മുത്തപ്പൻ എന്നിങ്ങനെ അറിയപ്പെടുന്നു.